ഹലോ ദീപു. ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ ഇത് ഞാനാ, ടിൻഡു. നമ്മൾ സെറ്റപ്പ് ഒക്കെ മാറ്റി മോനെ. ദൈവമേ, ഇത് നീയോ? എവിടുന്ന് അടിച്ചു മാറ്റിയടാ ഈ ഷർട്ടും കണ്ണടയും? പിന്നാലെ വല്ല പാർട്ടീസും തെളിഞ്ഞു വരുമോ? ഞാനും കൂടെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരുമോ? മോഷണം, അത് നിന്റെ കുടുംബക്കാരുടെ ജോലി. ഞാനേ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ബിസിനസ്സുകാരുടെ മോനാ. ബിസിനസ്സുകാരന്റെ മോനോ? നീയോ? എന്നു മുതൽ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാവിലെ കൃത്യം 9:30-നും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ. നിന്റെ അമ്മ വല്ല ബിസിനസ്സുകാരനെയും കിട്ടിയോ? ചേച്ചേ, ആ ശുഭമുഹൂർത്തത്തിൽ ഞാനൊരു ബിസിനസ്സുകാരന്റെ മോനായി. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എടാ ടിൻഡു, നിനക്ക് എന്താടാ പറ്റിയത്? നമുക്ക് വല്ല ഭ്രാന്താശുപത്രിയിലും പോയാലോ? എന്താടാ അവിടെ നിന്റെ വല്ല മാമനും ചികിത്സയിലുണ്ടോ? എന്റെ ദീപു, ഇന്നലെ എന്റെ അച്ഛൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അല്ല ടിൻഡു, അച്ഛന്മാര് ബിസിനസ് തുടങ്ങിയ പിള്ളേർക്ക് ഒട്ടാവുമോ? ഇത് എന്ത് വേഷമാണടാ? ഒരു ബിസിനസ്സുകാരന്റെ മകനാവുമ്പോ നമ്മൾ കൂതറായി നടക്കാൻ പാടില്ല ദീപു. എന്റെ അച്ഛനും ബിസിനസ്സുകാരനാ, എന്നിട്ട് ഞാനിതുപോലെ വേഷം കെട്ടി നടന്നിട്ടില്ലല്ലോ. ഓഹോ, നിന്റെ അച്ഛൻ എന്തിന്റെ ബിസിനസ്സാ? കൊപ്രയുടെ ബിസിനസ്സാ. കൊപ്ര ആട്ടെ, ആ ബിസിനസ്സിൽ ആരെങ്കിലും കൈ കടത്താറുണ്ടോ? കൈ കടത്തിയാൽ എന്റെ അച്ഛൻ അവന്റെ കൈ വെട്ടും. പക്ഷെ എന്റെ അച്ഛന്റെ ബിസിനസ്സിൽ വല്ലവരും കൈ കടത്തിയാൽ അച്ഛൻ അവന്മാരെ ഷെയ്ക്കാൻഡ് കൊടുത്ത് പറഞ്ഞു വിടും. അയ്യോ, നിന്റെ അച്ഛൻ ഒരു പൊട്ടനാ. ഇത് പൊട്ടി പോളീസായത് തന്നെ. എടാ, ബിസിനസ്സിൽ ആരെയും കൈ കടത്താൻ സമ്മതിക്കരുത്. അല്ലെങ്കിലും എനിക്ക് പണ്ടേ അറിയാം, ഞങ്ങൾ നന്നാവുന്നതിൽ നിനക്ക് അസൂയയാ. അസൂയയോ? പിന്നല്ലാതെ. എന്റെ അച്ഛന് കയ്യുറ ബിസിനസ്സാ. അതിനകത്ത് നാട്ടുകാര് കൈ കിടത്തിയില്ലെങ്കിൽ ഞങ്ങള് കുത്തുവാള എടുക്കില്ലടാ. ശശി, എന്തൊക്കെയാണോ വിശേഷങ്ങള്? അങ്ങനെ പോകുന്നു. നമ്പൂരി എന്താ ഈ വഴിക്കൊക്കെ? ഒന്നുമില്ലടോ, ഇവിടത്തെ കോളനി അസോസിയേഷൻ സെക്രട്ടറി നോമല്ലേ, എല്ലാവരും ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ, എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയതാ. എന്താ ശശി ഒരു ആലോചന? അല്ല, ചേട്ടൻ സെക്രട്ടറി ആയി പിന്നെ നമ്മുടെ അസോസിയേഷൻ ഒന്ന് സ്ട്രോങ് ആയി. നോം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാരും ഒത്തിണങ്ങി പ്രവർത്തിക്കണം. അല്ല, ചേട്ടന്റെ അമ്മായിയമ്മ ആ കല്യാണി അന്തർജനം കഴിഞ്ഞാഴ്ച മരിച്ചായിരുന്നു അല്ലേ? ആ മുതുക്കി തള്ള ഒന്ന് പോയി കിട്ടി എന്നേ നോം കരുതൂ. എന്താ ചേട്ടാ, മരിച്ചവരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിനക്കറിയാത്തത് കൊണ്ടാ. ഞാനും അവരും തമ്മിൽ 24 hours പോരായിരുന്നു. ഒന്ന് പോയി കിട്ടി എന്നേ ഞാൻ കരുതൂ. പക്ഷെ ടിൻഡു പറഞ്ഞല്ലോ, അന്തർജനം മരിച്ചു കിടന്നപ്പോ ചേട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ. ആ കരച്ചിൽ കള്ളക്കരച്ചിലാണെന്ന് കരുതരുത്. പ്യൂർ 916 കരച്ചിലാണ്. എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കി. എന്തിനാ കരഞ്ഞ്? ആ സ്ത്രീ എന്റെ കൺമുമ്പിൽ കിടന്ന് നരകിച്ച് ചാകുമെന്നാ ഞാൻ കരുതിയേ. അത് ദൈവം നടത്തിയില്ലല്ലോ എന്നോർത്ത് എന്റെ വിഷമം കൊണ്ട് കരഞ്ഞു പോയതാ. എന്തൊരു ദുഷ്ട നമ്പൂതിരി. ആ സ്ത്രീ ഒരു പാവമായിരുന്നു. നമ്മുടെ കോളനിയിലെ വാട്ടർ ടാങ്കിലെ ഒരു പൂച്ച ചത്തു കിടന്നായിരുന്നല്ലോ. ഒരാഴ്ചയാ വെള്ളം മുടങ്ങിയത്. നോമിന് അതൊരു പ്രശ്നമല്ലടോ. എന്താച്ചാ ഞങ്ങൾ ഉപയോഗിക്കുന്നതേ കോർപ്പറേഷൻ പൈപ്പ് വെള്ളാണേ. അതുകൊണ്ടാ ഞങ്ങളൊക്കെ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ ചേട്ടന്റെ പൊടി പോലും കാണാഞ്ഞത് അല്ലേ? നിങ്ങളിവിടെ സ്വറയം പറഞ്ഞിരിക്കുകയാണോ നമ്പൂരിയെ? നിങ്ങളുടെ ഭാര്യ മീനാക്ഷി പഞ്ചായത്ത് കിണറ്റി കാല് തെറ്റി വീണു. എന്റെ ദേവി മഹാമായേ, ഞാൻ എന്താ ഈ കേക്കണത്? നോമിതാ എത്തി. എന്തിനാ പേടിക്കുന്നേ? അങ്കിൾ പൈപ്പ് വെള്ളമല്ലേ കുടിക്കുന്നത്. ആന്റി അവിടെ കിടന്നോട്ടെ. അങ്ങനെ അവന്മാരെ വെറുതെ വിട്ടു. കഷ്ടം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ, സംശയമില്ല. അതിന് നിങ്ങൾക്കെന്താ? കോടതിയില്ലേ അവരെ വെറുതെ വിട്ടത്? നിങ്ങൾ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരെ വെറുതെ വിട്ടുന്നാ? എടാ, നീ ആ 3 പേരെ കണ്ടോടാ? എന്റെ അമ്മോ, ആരാവന്മാര്? ആ വീരന്മാർ ആരാണെന്നാ നിന്റെ വിചാരം? പ്രമാദമായ കല്ല് വെട്ടി കുഴി കൊലക്കേസിലെ പ്രതികളാ. പക്ഷെ തെളിവില്ലെന്ന് കണ്ട് കോടതി അവരെ വെറുതെ വിട്ടു. എന്ത് കാര്യം പോക്കാറപ്പായി ചേട്ടാ? ഒരു 100 രൂപ കടം തരാനുണ്ടോ? അവന്മാരെ കോടതി വെറുതെ വിട്ടതിന് ഞാൻ എന്തിനാടാ നിനക്ക് 100 രൂപ കടം തരുന്നത്? അതൊക്കെയുണ്ട്. ഞാൻ ആ ദീപുമായിട്ട് ചെറിയൊരു ബെറ്റ് വെച്ചിരുന്നു. അവനിപ്പോ ഇങ്ങ എത്തും. പറഞ്ഞു നാവെടുത്തില്ല. നിന്റെ കൂട്ടുകാരൻ ദീപു അതാ വരുന്നു. 100 ആയുസ്സാ.
ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്ന. ടിൻഡു, എന്റെ 100 തന്നെ. എടാ, വെച്ചാൽ ബെറ്റായിരിക്കണം. 100 രൂപയോ? എന്തിനാ ഞാനിപ്പോ നിനക്ക് 100 രൂപ തരുന്നത്? നീ ബെറ്റില് തോറ്റു. കല്ലുവെട്ടുകൊഴി കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് നീ അറിഞ്ഞില്ലേടാ? അത് ഞാൻ അറിഞ്ഞു, പക്ഷെ 100 രൂപ എന്തിനാ? കളിക്കല്ലേ മോനെ. കല്ലുവെട്ടുകൊഴി കേസിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്ന് പറഞ്ഞ് നീ ബെറ്റ് വെച്ചത് മറന്നുപോയോ? അത് പിന്നെ എടാ ദീപു, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷെ ഇപ്പോ ട്രോളിംഗ് നിരോധനമല്ലേടാ, അതൊന്ന് കഴിയട്ടെ. നീ എങ്ങോട്ടാ ഓടുന്നേ? ആരൊക്കെയാടാ പിന്നാലെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം, കുറച്ച് ധൃതിയുണ്ട്. ടിൻഡും ദീപും എത്തിയല്ലോ. ഇനി ഈ 4 ടീമും അവർ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ചെയ്ത നന്മ പ്രവർത്തികൾ നമ്മളോട് പറയുന്നതായിരിക്കും. ആദ്യം ടുണ്ടും പറയൂ. ഞങ്ങൾ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ കുറെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ അതെല്ലാം പെറുക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ടീം എക്ക് 30 മാർക്ക്. ഓക്കെ, ഇനി ചിഞ്ചു പറയൂ. ഞങ്ങൾ വിശന്നു വലഞ്ഞ ഒരു വൃദ്ധന് വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. വെരി ഗുഡ്, അതൊരു നല്ല പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മാർക്ക്. ടീം ഡി, ടിൻഡുവും ദീപു. ദീപു, നീ പറ. വേണ്ട, നീ തന്നെ പറഞ്ഞോ. കണ്ണു കാണാൻ വയ്യാത്ത ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിച്ചു. എടേ, അവന്മാർ അത് അവിടെ പതുങ്ങിയിരിക്കുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പാവം പിച്ചക്കാരിയെ ലോ 11 ബലമായി പിടിച്ച് റോഡിനപ്പുറം കൊണ്ടിട്ട് ഓടിക്കളഞ്ഞു. സോറി സർ, അവർക്ക് റോഡിനപ്പുറം പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും നന്മ പ്രവർത്തി ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇതിനെ റോഡിനപ്പുറം കൊണ്ടുപോയി ഇട്ടതാ. ദീപു, എന്തായിരുന്നു നിന്റെ വീട്ടിൽ ഇത്ര സന്തോഷം? ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്റെ അങ്കിൾ അമേരിക്കയിൽ നിന്ന് വന്നടാ. ആണോ? നിനക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ? കുറെ ചോക്ലേറ്റ്സും വീഡിയോ ഗെയിംസും കൊണ്ടുവന്നു. അടിപൊളിയാ മോനെ. പുള്ളിക്കാരൻ അമേരിക്കയിൽ എന്താ പരിപാടി? പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല, സർജൻ. സർജനോ? അതെന്താ പരിപാടി? സർക്കസുകാരനാ? എടോ വിട്ടി, സർജൻ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുന്ന ഡോക്ടർ. നിന്റെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ടല്ലേ. സർജൻ എന്നാൽ ന്യൂറോ സർജനാ പുള്ളി. എന്ന് വെച്ചാൽ തലച്ചോറിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ. ഹമ്പടെ വീരാ, പുള്ളിയെ കണ്ടാ തോന്നില്ലല്ലോ. പുള്ളി ബ്രെയിൻ മാറ്റിവെക്കുന്ന സർജറി ചെയ്യുമത്രേ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ബ്രെയിൻ സ്വീകരിക്കുമെടാ. താങ്ക്സ് മച്ചാ, താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട, നിന്റെ ബ്രെയിൻ അധികം ഉപയോഗിക്കാത്തത് കൊണ്ടാ. ടിൻഡു, അല്ല, നിന്റെ വീട്ടിലും എന്താ ഒരു ആൾക്കൂട്ടം? പത്രക്കാരും ടിവിക്കാരും ഒക്കെ. നിന്റെ അങ്കിളും വന്നോ? അങ്കിളും കുങ്കിളും ഒന്നും അല്ല. നിങ്ങൾ അറിഞ്ഞില്ലേ, എന്റെ അച്ഛനാ ഇക്കൊല്ലത്തെ കർഷകശ്രീ അവാർഡ് കിട്ടിയത്. ആണോ? ചെലവ് ചെയ്യണം. ഓക്കെ. നിങ്ങളുടെ പാടത്ത് കഴിഞ്ഞ കൊല്ലം വിളവെല്ലാം മോശമായിരുന്നല്ലോ. ഇക്കൊല്ലം എന്ത് മാജിക്കാ നടന്നത്? നീ പാടം വന്ന് കാണണം. അതിപ്പോ ഒരു പൂങ്കാവനം. എന്താ അതിന് പിന്നിലെ രഹസ്യം? ഒന്ന് പറയടാ. ആരോടും പറയരുതെന്ന അച്ഛന്റെ ഓർഡർ. എന്നാലും പറയാം, പ്രത്യേകിച്ചൊന്നുമില്ല. റേഷൻ അരി വളമായും അത് കഴുകിയ വെള്ളം കീടനാശിനിയുമായി ഉപയോഗിച്ചു.